വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിലും സിനിമാ താരമാണോ? സ്ഥാനാർത്ഥിയായോ? എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്‌ലി ഏറ്റവും അധികം സെലിബ്രിറ്റീസ് മത്സരിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇലക്ഷനാണ് നമ്മുടെ 2026 ഇലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പിഷാരടി, സുധീർ കരമന, അതുപോലെ ആലങ്കോട് ലീലാകൃഷ്ണൻ ആൻഡ് അഖിൽ മാരാർ തുടങ്ങി ഒരുപാട് സ്ഥാനാർത്ഥികൾ നമുക്ക് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സെലിബ്രിറ്റി സാന്നിധ്യം എന്ന് പറയുന്നത് ഇതൊരു ആദ്യത്തെ കാര്യമല്ല. ഇതിനു മുമ്പും പല വർഷങ്ങളിലും പല സെലിബ്രിറ്റീസ് മത്സരിക്കുകയും എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. ഈ സെലിബ്രിറ്റീസ് മത്സരിക്കുന്ന ഇന്നോ ഇന്നലെയോ തുടങ്ങിയ കാര്യമില്ല. 65-ൽ രാമു കാര്യാട്ട് ആദ്യമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമുക്കറിയാം, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ. അദ്ദേഹം ഇലക്ഷന് മത്സരിക്കുന്നു, വിജയിക്കുന്നതോടെ നല്ല രീതിയിൽ വിജയിക്കുകയാണ്. LDF സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം മത്സരിക്കുന്നത്. വിജയിച്ച് കയറുന്നു. പക്ഷേ നിയമസഭയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്താണ് രാഷ്ട്രപതി ഭരണം വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് മാറുകയാണ്. പിന്നെ കുറേ പേര് ഓരോ ഇയർ കഴിയുന്തോറും ഇങ്ങനെ അടുത്ത ആൾക്കാർ വന്നുകൊണ്ടേയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട സെലിബ്രിറ്റികളാണ് ഉള്ളതെന്ന് പറയാൻ പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഓർമ്മ വെച്ച സമയത്തെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇവിടെ ജഗദീഷ് പരാജയപ്പെട്ടിട്ടുണ്ട്, ഭീമൻ രഘു പരാജയപ്പെട്ടിട്ടുണ്ട്, പാർലമെന്റിൽ ആദ്യം സുരേഷ് ഗോപി പരാജയപ്പെട്ടു, പിന്നെയാണ് വിജയത്തിലേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ONV കുറുപ്പ് പരാജയപ്പെടുന്നു, ഭരത് മുരളി നമ്മുടെ സ്വന്തം മുരളിച്ചേട്ടൻ അദ്ദേഹം പരാജയപ്പെടുന്നു, കടമ്മനിട്ട പരാജയപ്പെടുന്നു. അങ്ങനെ എത്ര സെലിബ്രിറ്റീസാണ് പരാജയപ്പെടുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ONV കുറുപ്പ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടിട്ട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, കവികൾ ജീവിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്, എന്നാൽ രാഷ്ട്രീയക്കാർ ജീവിക്കുന്നത് ജനങ്ങളുടെ ഇടയിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എത്രത്തോളം സ്വാധീനം അവിടെ ഉണ്ടാക്കാൻ പറ്റും ഇല്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇലക്ഷനിൽ സെലിബ്രിറ്റികളെ നിർത്തുന്നത് തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലാണ്. എങ്ങാനും ഇത് വികാരം കൊണ്ട് അട്ടിമറിഞ്ഞാലോ എന്നുള്ളത് കൊണ്ടാണ്, അത് പ്രതീക്ഷിച്ചിട്ടാണ് എപ്പോഴും അത്തരം സ്ഥാനാർത്ഥികളെ പാർട്ടികൾ നിർത്തുന്നത്. ഏറ്റവും കൂടുതൽ ഇത്തരം സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുള്ളത് ഇടതുപക്ഷമാണ്. അന്നത്തെയും ഇപ്പോഴത്തെയും ഒരു ചെറിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അന്ന് മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ, അവരുടെ സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ളവരാണ് കൂടുതലും. അങ്ങനെയുള്ളവരാണ് അവർ സ്ഥാനാർത്ഥികളാക്കി വെച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴുള്ള പല സ്ഥാനാർത്ഥികളാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ രാഷ്ട്രീയം തുറന്നു പറയുകയും അതിനു വേണ്ടിയിട്ട് വേദികളിൽ അതാത് പാർട്ടിയുടെ വേദികളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തവരാണ്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അവരൊക്കെ സ്ഥാനാർത്ഥികളാവുമ്പോഴാണ് ഇവരുടെ ഓറിയൻറ്റേഷൻ ഇടതാണ് അല്ലെങ്കിൽ ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു വ്യത്യാസം നമുക്ക് ഇത്തവണ കാണാൻ കഴിയും. നേരത്തെ ONVയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് പറയാൻ വന്നതേ നമ്മുടെ ആലങ്കോട് ലീലാകൃഷ്ണന്റെ കാര്യമാണ്. അപ്പോൾ ആ കവിക്കും എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും ഈ റിസൾട്ട് വന്നതിന് ശേഷം. ആൻഡ് ഈ സെലിബ്രിറ്റീസിൽ അല്ലെങ്കിൽ സിനിമാ താരങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ ജനപ്രതിനിധിയായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗണേഷ് കുമാറാണെന്ന് പറയാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് വ്യക്തമായൊരു രാഷ്ട്രീയമുണ്ട്, പറഞ്ഞ രാഷ്ട്രീയ പാരമ്പര്യവും. അച്ഛൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു ഫുൾ ടൈം സിനിമാക്കാരനായിട്ടാണോ അവിടെ വിജയിച്ച് കയറിയത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അച്ഛൻ്റെ പാരമ്പര്യം തുടർച്ചയാണ് ആ ഒരു വിജയം എത്തിയത്. അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹം സെലിബ്രിറ്റി ആയിരിക്കെ തന്നെ അദ്ദേഹം 2 പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അല്ല, അതിൽ പ്രധാനപ്പെട്ടത് ഇവർ മത്സരിക്കുന്നു എന്നോടൊപ്പം തന്നെ ഇവർ മത്സരിച്ചെങ്ങാൻ ജയിച്ചാൽ അതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. പല സെലിബ്രിറ്റികളും മത്സരിച്ച് ജയിച്ച ശേഷം മണ്ഡലത്തിൽ നമ്മൾ ആ കാണുന്നൊരു പ്രത്യേകത കാണാറില്ല, ഒന്നും കാണാറില്ല. രാത്രി 11 മണിക്ക് ശേഷം വിളിക്കാൻ പാടില്ല. സെലിബ്രിറ്റികളായിട്ട് നിയമസഭയിൽ പാർലമെന്റിൽ എത്തുന്നവരുടെ അവസ്ഥ പലപ്പോഴും അതാണ്, അവരവിടെ നിശബ്ദരാണ്. ഇപ്പോൾ ഐസക് ന്യൂട്ടനെ കുറിച്ച് പണ്ടൊരു തമാശ പറയാറുണ്ട്. ഐസക് ന്യൂട്ടനെ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. ദീർഘകാലം, എനിക്കൊന്ന് 10 വർഷത്തോളം അദ്ദേഹം ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഒരിക്കലും ഒന്നും മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിനൊന്നും മിണ്ടാലും ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. അദ്ദേഹം എഴുന്നേറ്റ് നിന്നപ്പോൾ മഹാനായ ശാസ്ത്രജ്ഞ എഴുന്നേറ്റിരിക്കല്ലേ, എല്ലാവരും മിണ്ടാതായി, ബഹളൊക്കെ നിന്നു. അദ്ദേഹം എന്തോ കാര്യമായ അഭിപ്രായം പറയുന്നു. അദ്ദേഹം പറഞ്ഞാൽ ജനലും നടക്കുമോ, തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നമ്മൾ രാജ്യസഭയിൽ ഏറ്റവും കൂടുതൽ ആബ്സെൻസ് ഉള്ളവരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അമിതാഭ് ബച്ചൻ അടക്കമുള്ള ആളുകളാണ്. അപ്പോൾ സെലിബ്രിറ്റികൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ല വിദഗ്ധരായ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു സെലിബ്രിറ്റി അവിടെ നിയോഗിക്കുകയും അവർ ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആരും ഉപകാരമില്ലാത്തവരായി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കൺസേൺ. അല്ലാതെ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഒരാൾ മത്സരിക്കരുതെന്ന് നമുക്ക് അഭിപ്രായമില്ല. പക്ഷേ അവർ അതിൻ്റെ പേരിൽ മാത്രം ജയിക്കുകയും റിസൾട്ട് ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമാണ്. കേരളത്തിൽ ശരിക്കും ഇതൊരു ട്രെൻഡ് അല്ല, അല്ലെങ്കിൽ സെലിബ്രിറ്റി വന്നതുകൊണ്ട് വിജയിക്കില്ല എന്നിപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ പരാജയപ്പെടാൻ സാധ്യതയുള്ള സീറ്റിൽ അഥവാ എങ്ങാനും ജയിച്ചാലോ എന്നുള്ള രീതിയിൽ കൊണ്ട് നിർത്തുമ്പോൾ അതിന് ഇപ്പോൾ നേരത്തെ ഷിഫിൻ പറഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് പരാജയങ്ങളുടെ ഒരു നീണ്ട ഘോഷയാത്ര തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായി വന്നിരിക്കുന്നത് ഇപ്പോൾ ഇന്നസെൻ്റ് ആണ്.
അത് ചാലക്കുടിയിലെ MP ആയിട്ട് 2 പ്രാവശ്യം അദ്ദേഹം അവിടെ സെലക്ട് ആയി. അതുപോലെ തന്നെ മുകേഷ് MLA ആയിട്ട് 2 പ്രാവശ്യം അവിടെ സെലക്ട് ആയി. ഇതിനൊക്കെ പല രീതിയിൽ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇവരൊക്കെയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന സെലിബ്രിറ്റീസിൽ ഈ ഒരു സ്ഥാനം നിർവഹിച്ചിട്ടുള്ള, സ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോൾ നേരത്തെ പറയുകയാണെങ്കിൽ ഇപ്പോൾ പല നടന്മാരും ഇപ്പം മറ്റു ഭാഷകളിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴിലേക്ക് മറ്റു ഭാഷകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്ന പാർട്ടി അവിടുത്തെ ഏറ്റവും വലിയ സംഭവമായിട്ട് മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയധികം ജനങ്ങൾ അവിടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മലയാളികൾ എപ്പോഴും സെലിബ്രിറ്റീസിനെ കാണുന്നത് ആസ്വാദനം എന്ന രീതിയിൽ. അവർ സിനിമയാണെങ്കിൽ സിനിമ കാണുന്നു, കവിതയാണെങ്കിൽ കവിത വായിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് ആര് ഭരിക്കണം അല്ലെങ്കിൽ ആര് നമ്മളെ നയിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് കുറച്ചുകൂടി മലയാളികൾക്ക് ഉണ്ട് എന്ന് തോന്നാറുണ്ട്. സെലിബ്രിറ്റികൾ വിജയിച്ച സ്ഥലത്ത് പോലും അവർ സെലിബ്രിറ്റികളായതുകൊണ്ട് വിജയിച്ചതല്ല. ഇപ്പോൾ ചാലക്കുടിയൊക്കെ അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ചാലക്കുടിയൊക്കെ പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് മറ്റൊന്നാണ്. അവിടെ ഇന്നസെൻ്റ് നിൽക്കുന്നതുകൊണ്ടാണ് വിജയിക്കുന്നത്. അവിടെ വോട്ടിംഗ് പാറ്റേൺ അതായതുകൊണ്ട് കൂടിയാണ് വിജയിക്കുന്നത്. ഒറ്റയടിക്ക് അറിയാം, മീൻസ് ഒരാളെ പരിചയപ്പെടുത്താനുള്ള പണിയുടെ ഒരു 25-30% ഇവർ സെലിബ്രിറ്റികളായതുകൊണ്ട് നമുക്ക് ലാഭം കിട്ടും എന്നല്ലാതെ വേറെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ മലയാളികൾ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റികളെ കണ്ടാൽ ഇത് ഒറിജിനൽ ആണോ എന്നറിയാൻ നുള്ളി നോക്കും. തമിഴ്നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല, അവർ ആദ്യം ചെയ്യുക കൈകൂപ്പാണ്. അവരത്രയും പൂജനീയമായി ആരാധ്യരായി കാണുകയും അവർ പറയുന്നതിനെ കേൾക്കുകയും അവർ വിജയിപ്പിക്കുകയും എന്നിട്ട് അവരുടെ പെർഫോമൻസ് നോക്കുകയാണ് ചെയ്യുക. ഇതങ്ങനെയല്ല, നമ്മുടെ പോലുള്ള ഒരാൾ എന്നാണ് മലയാളിയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ സെലിബ്രിറ്റികൾ സ്ഥാനാർത്ഥികളായതുകൊണ്ട് മാത്രം കേരളത്തിൽ ഒരു പ്രത്യേക ഗുണം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മുകേഷിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഒരു സേഫ് സോണിലാണ് നിന്നത്. ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയിൽ കൊല്ലത്താണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഷുവർ വിജയമാണ്, അവിടെ സേഫ് സോണാണ്, അതിലൊരു മാറ്റവും അവിടെ വിജയിക്കുമെന്ന് അറിയാമായിരുന്നു. 2 ടേമും അദ്ദേഹം മത്സരിക്കുന്നു, 2 തവണയും അദ്ദേഹം വിജയിച്ച് കയറിയ ഒരു MLA ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം നോക്കിയാൽ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അവിടെയും ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ അച്ഛനിലൂടെ നാടകത്തിലൂടെ വരുമ്പോൾ അവിടെയും ഒരു രാഷ്ട്രീയ പാരമ്പര്യം കൂടിയുണ്ട്. തലമുറകളായിട്ട് അവർ ഇടതുപക്ഷ അനുഭാവികളായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആൻഡ് സുരേഷ് ഗോപി എടുത്തു പറയേണ്ട കാര്യം, ആദ്യം അദ്ദേഹം തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ പ്രതാപനോട് തോൽക്കുകയായിരുന്നു ചെയ്തിരുന്നത്. 2ാമത്തെ തവണയാണ് അദ്ദേഹം അവിടെ വിജയിച്ച് കയറിയത് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ആൻഡ് നമുക്കറിയാം ദേവൻ സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി പരാജയപ്പെട്ട വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്ന ദലീമ, നമ്മുടെ മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകാരി, അരൂരിൽ കഴിഞ്ഞ തവണ മത്സരിക്കുന്നു, ജയിക്കുന്നു. ദലീമ മത്സരിച്ചു, ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ മനോഹരമായിട്ടുള്ള വിജയം അവിടെ സ്വന്തമാക്കുകയാണ്. ഇത്തവണയും അവിടെ മത്സരിക്കുന്നു. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വലിയൊരു ചർച്ചയോ കാര്യങ്ങളൊന്നും ആ മണ്ഡലത്തെക്കുറിച്ച് ഇതുവരെ അല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞാലും ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പക്ഷേ ഉറപ്പിക്കുന്ന ഒരു സീറ്റുകളിലേക്ക് ഒന്ന് ഇടതുപക്ഷം നോക്കുന്ന ദലീമയുണ്ട്. ഇപ്പോൾ സിനിമ താരങ്ങളല്ലാത്ത ആളുകൾ, ഇപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ നിൽക്കുന്ന ആളുകൾ, ഇപ്പോൾ നമ്മളുടെ മാണി സി കാപ്പനെ പോലുള്ള ആളുകൾ, മേജർ രവി മത്സരിക്കുന്നുണ്ട്, ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കുന്നുണ്ട്. അങ്ങനെയും സിനിമ ഇപ്പോൾ മേഖലയിൽ ഈ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള ആളുകൾ എല്ലാവരും തന്നെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ അവർ കുറച്ചുകൂടി ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒരു വിജയത്തിന് അത് എത്രമാത്രം അതിന് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം അതൊരു കാരണമാവുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രാവശ്യത്തെ ഷിഫ്റ്റ് കണ്ടത് സാധാരണ സാംസ്കാരിക പ്രവർത്തകരെയാണ് മത്സരിപ്പിക്കാറുള്ളത്. അതായത് അവർക്കിപ്പോൾ KPAC ആവട്ടെ, അല്ലെങ്കിൽ യുവകലാസാഹിത്യം ആവട്ടെ, അല്ലെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘമാവട്ടെ, ഇങ്ങനെ കാമ്പുള്ള സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന കലാകാരന്മാരെയായിരുന്നു എപ്പോഴും പാർട്ടികൾ മത്സരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് എൻ്റർടൈനേഴ്സിനെയാണ് കൂടുതൽ വരുന്നത്. നമുക്ക് പിഷാരടി അടക്കമുള്ളവർ, പിഷാരടിയൊക്കെ നിലപാടുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും മിമിക്രിയിലൂടെ വന്ന ആളുകൾ, അതുപോലെ സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ, റിയാലിറ്റി ഷോ സ്റ്റാറുകൾ, ഇങ്ങനെയുള്ളവരാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരാളോട് ബഹുമാനം ഉള്ള സെലിബ്രിറ്റിയിൽ നിന്ന് മാറിയിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി എന്ന സ്ഥാനാർത്ഥികൾ ഇപ്പോൾ കൂടുതലായിട്ട് വരികയാണ്. ഇത് ഗുണപരമാണോ അല്ലെങ്കിൽ സ്വാഭാവികമായ ട്രെൻഡാണോ എന്നുള്ളതും നമുക്ക് വിലയിരുത്താവുന്ന ഒരു സംഗതി. കുറച്ച് കഴിയുമ്പോൾ അത് അറിയാൻ പറ്റുന്നതായിരിക്കും. ഈ പിഷാരടിയുടെ കാര്യമ്പോൾ പിഷാരടി, ധർമ്മജൻ ഇവരുടെ കൂടെ ആയിരുന്നല്ലോ കോമ്പോ. കഴിഞ്ഞ തവണ ഈ പറഞ്ഞ ധർമ്മജൻ മത്സരിച്ച് ബാലുശ്ശേരിയിലാണ് മത്സരിച്ചിട്ടായിരുന്നത്, നന്നായിട്ട് തോൽവി ഏറ്റുവാങ്ങി. പക്ഷേ അതേ സെയിം ടൈം ഈ 2 പേര് നോക്കുമ്പോൾ ആദ്യം തന്നെ പിഷാരടി എല്ലാവരും കളിയാക്കുന്ന രീതിയിലാണ് നമ്മളുള്ളത്. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ ഇദ്ദേഹം തന്നെ പറയുന്നത്, ഞാനൊരു ഇത്രയും വലിയ സിനിമാ താരമായത് ഇവരിങ്ങനെ പറയുമ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള കാര്യം. ഈ ഒരുപാട് സെലിബ്രിറ്റികൾ ഇപ്രാവശ്യം മത്സരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഒരുപാട് ചോദ്യങ്ങൾ വന്ന് സ്ഥാനാർത്ഥി ആരാണ് ചോദിച്ചു, സെലിബ്രിറ്റി സ്ഥാനാർത്ഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിഷാരടി തന്നെയാണ്. പക്ഷെ ആ ചോദ്യങ്ങളെയൊക്കെ വളരെ കൃത്യമായിട്ട് അദ്ദേഹം നേരിട്ടു, വളരെ പക്വതയോട് കൂടി തന്നെ. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത്, അതിന് കൃത്യമായ ഉത്തരം എങ്ങനെ കൊടുക്കണം എന്നുള്ളത് പുള്ളി കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് കൂടിയൊക്കെ ഒരു മാതൃകയാകുന്ന രീതിയിലാണ് സംസാരിക്കാൻ കഴിയുന്നത്. സെലിബ്രിറ്റി ആയിരിക്കെ തന്നെ പൊളിറ്റിക്കൽ ആണെങ്കിൽ കുഴപ്പമില്ല.
അതേസമയം അരാഷ്ട്രീയക്കാരിയായ അല്ലെങ്കിൽ അരാഷ്ട്രീയക്കാരനായ ഒരു സെലിബ്രിറ്റി എന്ന് പറയുന്ന അപകടം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി അവരുടെ വാഗ്ദാനമായി പറയുന്ന 3-4 വിഷയങ്ങളുണ്ട്. ഓൾറെഡി ഇംപ്ലിമെൻ്റ് ചെയ്ത സംഗതികളാണ് ഞാൻ വന്നാൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അന്നത്തെ പത്രം പോലും അവർ വായിച്ചിട്ടില്ല, ഒട്ടും രാഷ്ട്രീയം അറിയില്ല. ഇങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി ആണെന്നുള്ളതിൻ്റെ പേരിൽ മാത്രം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തം വലുതായിരിക്കും. അതേസമയം നല്ല പൊളിറ്റിക്കൽ കാഴ്ചപ്പാടുള്ള സെലിബ്രിറ്റി ആണെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് നല്ലതാണ്. അവരുടെ ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഗുണം ചെയ്യുകയും ചെയ്യും. തമാശയായിട്ട് പറയുന്നത് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് വയനാട്ടിൽ എത്ര റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരുമെന്ന്, ഞങ്ങൾ 3 കൊണ്ടുവരുമെന്ന് പറയുന്ന കാൻഡിഡേറ്റുകൾ വരെ ഉണ്ടാകുന്ന സമയങ്ങളാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ സെലിബ്രിറ്റി ആണോ അല്ലയോ, വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയം, ഒരു വിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് സെലിബ്രിറ്റി ആണോ അല്ലെങ്കിലോ ഉറപ്പായിട്ടും അവർക്ക് അവിടെ സംസാരിക്കാൻ കഴിയും. വിജയിച്ചു കഴിഞ്ഞാൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കൂടി കഴിയും. പിന്നെ അവരുടെ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അവർ പകുതി വെച്ച് സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലം ആര് നോക്കുമെന്നുള്ള കാര്യം കൂടിയുണ്ട്. സെലിബ്രിറ്റീസിന് കിട്ടുന്ന കയ്യടികളും ലൈക്കുകളും ഒക്കെ വോട്ടുകളായി മാറുമോ? മെയ് 4 വരെ കാത്തിരിക്കാം.